ഹായ് കുട്ടികളെ, നമസ്കാരം. നമ്മൾ ഫിസിക്സിലെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ തുടർച്ചയാണ് നമ്മളിന്ന് നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും തമ്മിലുള്ള റിലേഷനാണ് പഠിച്ചതെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വോൾട്ടേജും കറൻറ്റും തമ്മിലുള്ള റിലേഷനുമായിട്ട് ബന്ധപ്പെടുത്തി അതിലെ കണക്കുകൾ ചെയ്യാനാണ്. നമുക്കിവിടെ ആദ്യം നോക്കാനുള്ളത് വോൾട്ടേജും കറൻറ്റും എങ്ങനെയാണ് ട്രാൻസ്ഫോമറിൽ ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ്. ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു പവറിൽ മാറ്റമില്ലാതെ വരുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇത് ഫസ്റ്റ് ചാപ്റ്ററിലുണ്ട്. ഇപ്പോൾ നമുക്ക് അത് വെച്ചിട്ടാണ് ഇതിലെ കണക്കുകൾ ചെയ്യാനുള്ളത്. പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ P ഈക്വൽ വി ഐ ആണ്, വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. അതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. പവർ പി എന്ന് പറയുന്നത് പവറാണ്. പവർ ഈക്വൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. വി എന്ന് പറയുന്ന വോൾട്ടേജ്, ഐ എന്ന് പറയുന്ന കറണ്ട്. ഇവിടെ പവർ ഇൻ പ്രൈമറി, പ്രൈമറിയിലെ പവർ എന്ന് പറയുന്നത് വി പി ഇൻറ്റു ഐ പി ആണ്. എന്നാൽ പ്രൈമറിയിലെ വോൾട്ടേജ് ഇൻറ്റു പ്രൈമറിയിലെ കറണ്ട്, ഇതാണ് വരുന്നത്. ഇനി രണ്ടാമത്തെ പവർ ഇൻ സെക്കൻഡറി, സെക്കൻഡറിയിലെ പവർ എന്ന് പറയുമ്പോൾ വി എസ് ഇൻറ്റു ഐ എസ് ആണ്. സെക്കൻഡറിയിലെ വോൾട്ടേജ് ഇൻറ്റു സെക്കൻഡറിയിലെ കറണ്ട്. ഇതാണ് ട്രാൻസ്ഫോമറുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പവർ ഇൻ പ്രൈമറി വി പി ഇൻറ്റു ഐ പി, പവർ ഇൻ സെക്കൻഡറി വി എസ് ഇൻറ്റു ഐ എസ്. അതിൽ ഇൻ ട്രാൻസ്ഫോമർ, ട്രാൻസ്ഫോമറിൽ പവർ ഇൻ പ്രൈമറി ഈക്വൽ പവർ ഇൻ സെക്കൻഡറി ആയിരിക്കും. ട്രാൻസ്ഫോമറിൽ വരുമ്പോൾ പ്രൈമറിയിലെ പവറും അത് സെക്കൻഡറിയിലെ പവറിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ കണക്ക് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതിൽ വരുമ്പോൾ വി പി ഇൻറ്റു ഐ പി ഈക്വൽ വി എസ് ഇൻറ്റു ഐ എസ്. വെച്ചാൽ പവർ ഇൻ പ്രൈമറി അതാണ് വി പി ഇൻറ്റു ഐ പി ഈക്വൽ പവർ ഇൻ സെക്കൻഡറി വി എസ് ഇൻറ്റു ഐ എസ്. ഇതുപയോഗിച്ചാണ് നമ്മൾ ഇതിലെ കണക്കുകൾ ചെയ്യുന്നത്. ഇതിലെ കണക്ക് നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന രണ്ട് കണക്കുകളുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിൽ ആദ്യത്തെ 58-ാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്ന കണക്കാണ്. ഞാൻ ചോദ്യം ഒന്ന് വായിക്കാം, അതിനുശേഷം അതെങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത മാതിരി തന്നെ വോൾട്ടേജ് കണ്ടുപിടിക്കുന്നത്, വോൾട്ടേജും അതേപോലെ തന്നെ നമ്പർ ഓഫ് ടേൺസും തമ്മിലുള്ള ആ റിലേഷൻ, അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വോൾട്ടേജ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ കറണ്ട് കണ്ടുപിടിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഞാൻ ചോദ്യം ഒന്ന് വായിക്കാം, അതിനുശേഷം ഞാനത് കണക്ക് ചെയ്യാം. അതിൽ ചോദ്യം: ഇൻ എ ട്രാൻസ്ഫോമർ വിത്തൗട്ട് എനി ലോസ് ഇൻ പവർ there are 5000 turns in the primary and 250 turns in the secondary. The primary voltage is 120 volts and the primary current is 0.1 ampere. Find the voltage and current in the secondary. അതിൽ പറഞ്ഞിരിക്കുന്നതിലെ പവർ നഷ്ടമില്ല എങ്കിൽ ഒരു ട്രാൻസ്ഫോമറിൽ 5000 ചുറ്റുകൾ പ്രൈമറിയിലും 250 ചുറ്റുകൾ സെക്കൻഡറിയിലുമുണ്ട്. അതിൻ്റെ പ്രൈമറി വോൾട്ടത എന്ന് പറയുന്നത് 120 വോൾട്ട് ആണ്. പ്രൈമറിയിലെ കറണ്ട് അത് 0.1 ആംപിയറുമാണ്. അങ്ങനെയാണ് എങ്കിൽ സെക്കൻഡറിയിലെ വോൾട്ടതയും കറണ്ടും കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം നമ്മൾ എടുത്ത് എഴുതുകയാണ്. അതിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? അതിൽ നമുക്ക് തന്നിരിക്കുന്നത്, ആദ്യം തന്നിരിക്കുന്ന പ്രൈമറിയിലെ ടേൺസ് ആണ്, ചുറ്റുകളുടെ എണ്ണമാണ്. അപ്പോൾ എൻ പി ആണ് ആദ്യം തന്നിരിക്കുന്നത്. നമ്മൾ എൻ പി ആദ്യം കൊടുക്കുകയാണ്. ഈക്വൽ, അത് 5000 നമുക്ക് തന്നിരിക്കുന്നത്. 5000, 5000. രണ്ടാമത്തെ നമുക്ക് എൻ എസ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി തന്നിട്ടുണ്ട്, അത് 250 ആണ്. അപ്പൊ എൻ എസ് ഈക്വൽ 250. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് അവിടെ പ്രൈമറി വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ വി പി നമുക്ക് തന്നിട്ടുണ്ട്.
പ്രൈമറി വോൾട്ടേജ് അത് നമുക്ക് തന്നിരിക്കുന്നത് 120 ആണ്. 120 വോൾട്ട് ആണ്. ഇനി നമുക്ക് പ്രൈമറിയിലെ കറണ്ട് തന്നിട്ടുണ്ട്. അത് IP ആണ്. 0.1 ആംപിയർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. ഇനി ഇത് വെച്ചുകൊണ്ട് നമ്മൾ കണക്ക് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ VP ഉണ്ട്, VS കണ്ടുപിടിക്കണം. VS കണ്ടുപിടിച്ചാലാണ് നമുക്ക് IS കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻ ഉപയോഗിച്ച് വേണം ആദ്യം കണക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമ്മൾ പഠിച്ചത് എന്താണ്? VS ബൈ VP ഈക്വൽ NS ബൈ NP. ഇതിൽ നമുക്ക് വിലകൾ നോക്കാം. VS നമുക്കവിടെ ഇല്ല, അപ്പൊ അത് VS എന്ന് തന്നെയാണ് നമ്മൾ കൊടുക്കുക. ബൈ VP 120 വോൾട്ട് ആണ്. VP 120 വോൾട്ട്. കണക്ക് ചെയ്യുമ്പോൾ നമ്മൾ V കൊടുത്തില്ല വെച്ച് വോൾട്ട് കൊടുത്തില്ല വെച്ച് കുഴപ്പമില്ല. അപ്പോൾ സംഖ്യ മാത്രം ഇട്ട് കൊടുത്താൽ 120 ഈക്വൽ NS 250 ബൈ NP 5000. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ക്രോസ് ചെയ്യണം. ആദ്യം കണ്ടുപിടിക്കാനുള്ളത് ക്രോസ് ചെയ്യാം. അപ്പോൾ VS ഇൻറ്റു 5000 5000 VS ഈക്വൽ അടുത്ത നമ്മൾ 250 ഇൻറ്റു 120. ഇനി നമുക്ക് VS ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ VS ഈക്വൽ 250 ഇൻറ്റു 120 ബൈ ഇവിടുന്ന് 5000, ഇത് ഇൻറ്റു അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷനായിട്ട് മാറും. അപ്പോൾ ഡിവൈഡ് ബൈ 5000 5000. അതിൽ നമുക്ക് 0യും 0യും ക്യാൻസൽ ചെയ്യാം. ഇവിടെ താഴത്തുള്ള ഒരു 0 മുകളിലെ 120 0യുമായിട്ട് ക്യാൻസൽ ചെയ്തു. പിന്നെ വീണ്ടും താഴത്തെ ഒരു 0 മുകളിൽ 250 0 ഉണ്ട്, അതുമായിട്ട് ക്യാൻസൽ ചെയ്തു. ഇനി വീണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. 50 ഇവിടെ വന്നിട്ടുണ്ട്, മുകളിൽ 25 ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഒരു 25 25 ആണ്, 2 25 50 ആണ്. അപ്പൊ അടിയിൽ 2. വീണ്ടും ഇവിടെ 12 2 ഉണ്ട്. അപ്പൊ നമുക്ക് അതും ക്യാൻസൽ ചെയ്യാം. അപ്പൊ മുകളിൽ 6 ഇൻറ്റു 2 ആണ് 12. അപ്പൊ നമുക്ക് VS ഈക്വൽ 6 എന്ന് കിട്ടി. ഇനി ഇത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്. നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ അവിടെ 25ഉം 12ഉം ആണ്. 0 0 ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ബാലൻസ് 25ഉം 12ഉം ആണ്. അപ്പൊ നിങ്ങൾ 25 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 50 ആണ് താഴെ വന്നിരിക്കുന്നത്. 50 ഇങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. ഇതിപ്പോ ചെയ്താൽ ഓൾറെഡി നമുക്ക് 6 എന്ന ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇനി ഇങ്ങനെ ചെയ്താലും നിങ്ങൾ വെട്ടിക്കളയാൻ അറിയാൻ പാടില്ലാത്തവരെ നിങ്ങൾ ചെയ്യേണ്ടത് പൂജ്യങ്ങൾ നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കളയണം എപ്പോഴും. അപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യുക, അതിനുശേഷം വീണ്ടും വെട്ടിക്കളയാൻ അറിയാൻ പാടില്ലാത്തവർ ചെയ്യേണ്ടത് നിങ്ങൾ ആ സംഖ്യകൾ ഗുണിക്കുക. ഇവിടെ 25 ഇൻറ്റു 12 ആണ്. 25 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ താഴത്തെ 50 ആണ് വന്നിരിക്കുന്നത്. 50 ഈക്വൽ 25 ഇൻറ്റു 12 ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 300 എന്ന് കിട്ടും. 300 ഡിവൈഡഡ് ബൈ 50. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 0 മുകളിലത്തെ ഒരു 0 വെട്ടാം. 30 ഡിവൈഡഡ് ബൈ 5. അത് നമുക്ക് ടേബിൾ അറിയാം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 6 ആണ്. 6V 6 വോൾട്ട് എന്ന ആൻസർ കിട്ടും. ഇവിടെ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്, 6 വോൾട്ട് എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങനെ ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർ ഇതേപോലെ ഗുണിച്ച് ഡിവൈഡ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് 2 രീതിയിൽ ചെയ്യാം. അപ്പൊ നമുക്ക് VS കിട്ടി. അപ്പോ VS നമുക്ക് ഇവിടെ കിട്ടി. VS ഈക്വൽ 6 വോൾട്ട് ആണ്. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ പഠിച്ച പ്രൈമറിയിലെ പവറും സെക്കൻഡറിയിലെ പവറും ഈക്വൽ ആണ് എന്നുള്ള ആ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ VP ഇൻറ്റു IP ഈക്വൽ VS ഇൻറ്റു IS. നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷൻ അതാണ്.
വി പി ഇൻറ്റു ഐ പി ഈക്വൽ വി എസ് ഇൻറ്റു ഐ എസ്. അപ്പോൾ അതിൽ വി പി നമ്മളെ 120 അവിടെയുണ്ട്, ആ 120 ഇൻറ്റു ഐ പി എന്ന് പറയുന്നത് 0.1 ആണ്. 0.1 ഈക്വൽ വി എസ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു 6 ഇൻറ്റു ഐ എസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഐ എസ് നമ്മൾ ഐ എസ് തന്നെ കൊടുത്തു. ഇനി 120 ഇൻറ്റു 0.1. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് പോയിന്റ് കഴിഞ്ഞിട്ട് സംഖ്യ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോയിന്റ് ഇല്ലാതെ ഗുണിക്കുക. 120 ഇൻറ്റു 1 120 ആണ്. അതിനുശേഷം പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ ഉണ്ടെന്ന് നോക്കുക. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയാണോ ഉള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സ്ഥാനം മാറ്റി കുത്തു കൊടുക്കുക. ഇവിടെ ഒരു സ്ഥാനം മാറ്റി കുത്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 12 എന്ന് കിട്ടും. അപ്പൊ 12 ഈക്വൽ 6 IS എന്ന് കിട്ടും. അപ്പൊ 6 IS ഈക്വൽ 12 ആണ്. അങ്ങനെയാണെങ്കിൽ IS ഈക്വൽ 12 ഡിവൈഡ് ബൈ ഇവിടെ 6 എന്നുള്ളതാണ്. അത് നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഇൻറ്റു ഇവിടെ 6 ഇൻറ്റു IS ആണ്. ഇപ്പുറത്ത് വരുമ്പോൾ അത് ഡിവിഷനായിട്ട് മാറും. അപ്പൊ 12 ഡിവൈഡ് ബൈ 6 സമം 2 ആംപിയർ. അപ്പൊ നമുക്ക് IS കിട്ടി 2 ആംപിയർ എന്ന് കിട്ടും. അപ്പോ IS നമുക്ക് കിട്ടിക്കഴിഞ്ഞു 2 ആംപിയർ. ഇങ്ങനെയാണ് നമ്മൾ VS-ഉം അതേപോലെ തന്നെ IS-ഉം കണ്ടുപിടിക്കുന്നത്. ഇത് ഏത് വേണമെങ്കിലും വരാം. BP, IP, IS അതുപോലെ VS ഏത് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ഇതേപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരെണ്ണം നമ്മൾ എന്തൊക്കെയായാലും വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ആ വോൾട്ടേജ് കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് വേണം നമ്മൾ കറണ്ടിലേക്ക് കടക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെയാണ് ഈ കണക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ടെക്സ്റ്റില് ലെറ്റ് സെസ്സില് നമുക്കൊരു 16ാമത്തെ കണക്ക് ഇതേ മോഡൽ തന്നെ വരുന്നുണ്ട്. അതിൽ ഫുള്ളായിട്ടില്ല, നമുക്ക് ചെറിയ രീതിയിൽ മാത്രമാണ് ചെയ്യാനുള്ളൂ. നമുക്ക് അടുത്തത് ആ കണക്ക് നോക്കാം. ഞാൻ ആദ്യം ആ കണക്കൊന്ന് വായിക്കുകയാണ്. The current in the secondary coil of a transformer is 1A and that in the primary is 0.5 ampere. A question: what type of transformer is this? B question: if 200 volt is available in the secondary coil of this transformer, what is the voltage in the primary? C question: explain the working principle of a transformer. ഇങ്ങനെ 3 ക്വസ്റ്റ്യനുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ എങ്ങനെയാണ് ട്രാൻസ്ഫോമർ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ലാസ്റ്റ് പറയാം. ഇപ്പൊ നമുക്ക് ബി ക്വസ്റ്റ്യന്റെ കാര്യമാണ് അത് കണക്കായിട്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത്. അപ്പൊ അതില് അവിടെ നമുക്ക് തന്നിരിക്കുന്നത് കറണ്ട് ഇൻ ദ സെക്കൻഡറി കോയിൽ അത് നമുക്ക് തന്നിട്ടുണ്ട്. കറണ്ട് തന്നിട്ടുണ്ട് സെക്കൻഡറി കോയിലിലെ. അപ്പോൾ IS നമുക്ക് തന്നിട്ടുണ്ട്. കറണ്ട് ഇൻ ദ സെക്കൻഡറി കോയിൽ IS തന്നിട്ടുണ്ട്. അത് നമുക്ക് തന്നിരിക്കുന്നത് 1 ആംപിയർ ആണ്, 1 ആംപിയർ ആണ്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് പ്രൈമറിയിലെ കറണ്ട് തന്നിട്ടുണ്ട്. അപ്പോ IP നമുക്ക് തന്നിട്ടുണ്ട്. IP ഈക്വൽ അത് 0.5 ആംപിയർ ആണ്. 0.5 ആംപിയർ. അപ്പൊ രണ്ടിന്റെയും കറണ്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ബി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇഫ് 200 വോൾട്ട് ഈസ് അവൈലബിൾ ഇൻ ദ സെക്കൻഡറി കോയിൽ. 200 വോൾട്ട് സെക്കൻഡറി കോയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ VS സമം 200 വോൾട്ട്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് വോൾട്ടേജ് ഇൻ ദ പ്രൈമറി. അവിടെ VP ആണ് കണ്ടുപിടിക്കേണ്ടത്. വോൾട്ടേജ് ഇൻ പ്രൈമറി നമുക്ക് കണ്ടുപിടിക്കണം. നമ്മള് ഇന്ന് പഠിച്ച പവർ ഇൻ പ്രൈമറി ഈക്വൽ പവർ ഇൻ സെക്കൻഡറി ആണ്. അപ്പൊ VP ഇൻറ്റു IP ഈക്വൽ VS ഇൻറ്റു IS. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ അതില് VP നമുക്കിവിടെ ഇല്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ VP എന്ന് തന്നെ കൊടുത്തു ഇൻറ്റു IP 0.5 ആണ്. 0.5 ഈക്വൽ
VS 200 ആണ്. 200 ഇൻറ്റു IS 1. അപ്പൊ ഇനി 0.5 VP ഈക്വൽ 200 ഇൻറ്റു 1 200 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ VP ഈക്വൽ 200/0.5. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ താഴത്ത് പോയിന്റ് വരുമ്പോൾ പോയിന്റ് കളഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അത് ചെയ്യുന്നത് നമ്മൾ താഴെയും മുകളിലും ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ ഉണ്ടോ അത് നോക്കിയിട്ട് അത്രയും 0 വരുന്ന 10ന്റെ മൾട്ടിപ്പിൾ കൊടുത്തിട്ടാണ് ചെയ്യുക. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ ഉള്ളൂ, അപ്പൊ നമുക്ക് 10 കൊണ്ട് അത് ഗുണിച്ചാൽ മതി. അതേസമയം പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യ വന്നു കഴിഞ്ഞാൽ നമ്മൾ 100 കൊണ്ട് ഗുണിക്കും. അത് ഒരു സ്ഥലത്ത് മാത്രമല്ല, 2 സ്ഥലത്തും. താഴത്ത് നമ്മൾ കൊടുത്താൽ അത് മുകളിലും കൊടുത്തോളും. ഇവിടെ നമുക്ക് 10 കൊണ്ട് ഗുണിച്ചിട്ട് പോയിന്റ് കളയാം. മുകളിലും ഇൻറ്റു 10. അപ്പോൾ മുകളിൽ വരുമ്പോൾ 2000 ഡിവൈഡ് ബൈ താഴെ വരുമ്പോൾ 5. 10 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഒരു 0 കൊടുത്താൽ മതി. അപ്പൊ 2000 എന്ന് കിട്ടും. താഴത്ത് ഗുണിക്കുമ്പോൾ 5 × 10 50 ആണ്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സ്ഥാനം മാറ്റി, പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ ഉള്ളതുകൊണ്ട് ഒരു സ്ഥാനം മാറ്റി കുത്തു കൊടുക്കണം. അപ്പൊ നമുക്ക് 5 എന്ന് കിട്ടും. അപ്പൊ 2000 ഡിവൈഡ് ബൈ 5 ആണ്. ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വെട്ടിക്കുറയ്ക്ക് അറിയാവുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ലാത്തവര് ഡിവൈഡ് ചെയ്യണം. 2000 നമുക്ക് 5ന്റെ ടേബിൾ അറിയാം. 4 × 5 ആണ് 20. പിന്നെ 2 0 ആണ്. ആ 2 0 കൊടുത്താൽ 400 എന്ന് കിട്ടും. അപ്പൊ 400 വോൾട്ട് ആണ് നമുക്ക് അതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ VP എന്ന് പറയുന്നത് 400 വോൾട്ട് എന്ന് കിട്ടും. ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഇത് ചെയ്യാൻ എളുപ്പമാണ്. ഇതിലാകെ ഒരെണ്ണം മാത്രമാണ് കണ്ടുപിടിക്കേണ്ടതുണ്ടാകും. പക്ഷേ നേരത്തെ കണക്കിൽ 2 എണ്ണം ചെയ്യാനുണ്ടായിരുന്നു. സാധാരണ നമുക്ക് വരുന്ന ആദ്യം ചെയ്ത മോഡലാണ്. അത് 4 മാർക്കിന്റെ ഒക്കെ പരീക്ഷയ്ക്ക് നമുക്ക് മിക്കവാറും വരാറുള്ളതാണ്. പ്രത്യേകിച്ച് സെക്കൻഡ് ടൈമിൽ കൂടുതലായിട്ടും വരാറുണ്ട്. ഫൈനൽ എക്സാമിനേഷനും വരാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇതും നമ്മൾ അറിഞ്ഞിരിക്കുക. ഇപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷൻ പവർ ഇൻ പ്രൈമറി ഈക്വൽ പവർ ഇൻ സെക്കൻഡറി, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്കതിലെ ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് വാട്ട് ടൈപ്പ് ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് ദിസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ട്രാൻസ്ഫോമർ എളുപ്പത്തിൽ അറിയാനുള്ള മാർഗം അത് ഞാനൊന്ന് പറഞ്ഞു തരികയാണ്. ഏത് ട്രാൻസ്ഫോമറാണ് നമുക്ക് കറന്റോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസോ അതല്ലെങ്കിൽ വോൾട്ടേജ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അറിയാൻ പറ്റും. അതെങ്ങനെയാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പഠിച്ചാൽ മതി. സ്റ്റെപ്പ് അപ്പ് പഠിച്ചാൽ മതി. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സ്റ്റെപ്പ് ഡൗൺ. ഒരെണ്ണം പഠിച്ചു വയ്ക്കുക, രണ്ടും കൂടി മിക്സ് ചെയ്ത് പഠിക്കണ്ട. അപ്പൊ ഞാനിപ്പോ സ്റ്റെപ്പ് അപ്പിലെ കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ അത് പഠിച്ചാൽ മതി. അപ്പൊ ഇതില് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് എങ്കിൽ നമുക്ക് തിരിച്ചറിയാനുള്ള മാർഗം അതിന്റെ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി അത് കൂടുതലായിരിക്കും, മുകളിലേക്ക് എന്ന് വെച്ചാൽ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ വോൾട്ടേജ് സെക്കൻഡറിയിലെ കൂടുതലായിരിക്കും. അതേസമയം കറന്റ് സെക്കൻഡറിയിൽ കുറവുമായിരിക്കും. അങ്ങനെയാണ് എങ്കിൽ അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും. ഇപ്പൊ ഞാൻ സെക്കൻഡറിയിലെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈമറിയിൽ വരുമ്പോൾ അപ്പൊ നേരെ തിരിച്ചായിരിക്കും. ഈ ഒരു കാര്യം പഠിച്ചാൽ നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പ് അപ്പും കിട്ടും, സ്റ്റെപ്പ് ഡൗണും കിട്ടും. പലതായിട്ട് മിക്സ് ചെയ്ത് പഠിക്കരുത്, ഒരെണ്ണം മാത്രമായിട്ട് പഠിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ സെക്കൻഡറിയില് NS കൂടുതലായിരിക്കും, സ്റ്റെപ്പ് അപ്പില് VSഉം കൂടുതലായിരിക്കും. സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതലായിരിക്കും, നമ്പർ ഓഫ് ടേൺസും കൂടുതലായിരിക്കും. അതേസമയം കറന്റ് സെക്കൻഡറിയിൽ കുറവായിരിക്കും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ കറന്റ് സെക്കൻഡറിയിൽ കുറവായിരിക്കും. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ചോദ്യത്തില് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതിൽ കറന്റ് 1 ആംപിയർ ആണ് തന്നിരിക്കുന്നത്. അത് IS 1 ആംപിയർ ആണ്. IP പ്രൈമറിയിലെ കറന്റ് 0.5 ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു സ്റ്റെപ്പ് അപ്പ് ആവണമെങ്കിൽ സെക്കൻഡറിയില് കറന്റ് കുറവായിരിക്കണം. ഇവിടെ നോക്കിയേ, സെക്കൻഡറിയിൽ കറന്റ് 1 ആണ്.
പ്രൈമറിയില് 0.5 ആണ്. അപ്പൊ ഇവിടെ പ്രൈമറിയിലാണ് കുറവ്, സെക്കൻഡറിയില് കൂടുതലാണ്. അപ്പോ ഇത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. കാരണം നമ്മൾ പഠിച്ചതനുസരിച്ച് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ IS കുറവായിരിക്കണം വരേണ്ടത്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് IS IP കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഇത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഇങ്ങനെയാണ് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നത്. കൂടാതെ ഒരു ചോദ്യം കൂടി അവർ ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോമർ. നമ്മൾ പറഞ്ഞു മ്യൂച്വൽ ഇൻഡക്ഷൻ തത്വം അനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് ഏറ്റവും ആദ്യം പറഞ്ഞാണ്. അപ്പോൾ അവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് കൊടുക്കാം. അതല്ലെങ്കിൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തത്വം ഉപയോഗിച്ചാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കൊടുത്താലും അത് ശരി തന്നെയാണ്. അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം.